കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി ശരത്ചന്ദ്ര പ്രസാദ് സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. മണ്ഡലം കൈവിട്ടു പോയതാണ്, അതെങ്ങനെയെങ്കിലും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് UDFനുള്ളത്. ഏതുവരെയായി തെരഞ്ഞെടുപ്പ് പ്രചാരണം, എങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾ ഈ മണ്ഡലം കോൺഗ്രസിൻ്റെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ്. കഴിഞ്ഞ 2 തവണയായി ചെറിയ ദൗർബല്യം നമുക്ക് സംഘടനാപരമായി ഉണ്ടായി. തലേക്കുന്നിൽ ബഷീർ, AK ആൻ്റണി, MM ഹസൻ, MB രാഘവൻ, MA വാഹി ദീർഘമായി ഇവിടെ ജയിച്ചു വന്നതാണ്. കഴിഞ്ഞ 2 തവണ മണ്ഡലം പുനർസംവിധാനത്തിന് ശേഷം ഒരു തവണ വായി ജയിച്ചു. കഴിഞ്ഞ അങ്ങേ തവണയും നഷ്ടപ്പെട്ടു. അതിൻ്റേതായ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ അതൊരു വേറെ തരത്തിൽ വ്യാഖ്യാനം വരും. അതുകൊണ്ട് അതിൻ്റെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോൾ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ നന്നായി ഉണ്ട്. സർക്കാർ എന്ന് പറയുമ്പോൾ ഒരു സർക്കാരല്ല, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഒപ്പം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തിപരമായി ഈ മണ്ഡലത്തിലുള്ള ബന്ധം, നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥലം ശ്രീകാര്യം ചേന്തി എന്നുള്ളത് എൻ്റെ കുടുംബമാണ്, എൻ്റെ അമ്മയുടെ കുടുംബ സ്ഥലമാണ്. ഇതെല്ലാം ഈ ഇരിക്കുന്ന ഓഫീസ് പോലും എൻ്റെ കുടുംബസ്ഥലത്തിൽപ്പെട്ടതാണ്. പക്ഷേ അതിനുമൊക്കെ അപ്പുറം എൻ്റെ രാഷ്ട്രീയ ബന്ധം, എൻ്റെ സാമൂഹ്യ ബന്ധം, എൻ്റെ വ്യക്തിബന്ധം. ഞാൻ 1976 ഈ മണ്ഡലത്തിലെ ഒരു വിദ്യാർത്ഥിയായി ചെമ്പഴന്തി SN കോളേജിൽ വിദ്യാർത്ഥിയായി വന്നയാളാണ്. ആ സമരവീര്യം എൻ്റെ സമരവീര്യം മാത്രമല്ല, എനിക്കിത്തിരി സമരവീര്യം കൂടിയതുകൊണ്ട് CPM, SFIയും CA2 ചേർന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചതും ഇവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം. ചരിത്രമെന്ന് പറഞ്ഞാൽ SN കോളേജിൽ പഠിക്കാൻ പറ്റുന്ന ഓരോ കുട്ടിയും ഇപ്പോഴും സംസാരിക്കുന്ന ഒരു സമരചരിത്രം, വീരചരിത്രം അതാണ്. എന്നെ കോളേജിൻ്റെ മലയുടെ മുകളിൽ നിന്ന് 10,000 പേര് വരുന്ന AK നായനാരുടെ സാന്നിധ്യത്തിൽ 10,000 പേര് വരുന്ന പാർട്ടിക്കാർ, ജില്ലാ സെക്രട്ടറി കോളേജിനകത്ത് വന്ന് കസേര ഇട്ടിരുന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അന്നത്തെ കേസിൽ ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയാണ് 1-ാം പ്രതി. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ആ കേസൊക്കെ 5 കൊല്ലം കഴിഞ്ഞ് വിചാരണയ്ക്ക് വന്നപ്പോൾ കോടതി എന്നോട് ചോദിച്ചു, ഇവരെയൊക്കെ അറിയുമെന്ന് ചോദിച്ചു. ഇവരെല്ലാം അറിയാം, നേതാക്കന്മാരാണെന്ന് പറഞ്ഞു. ഇവരാണോ കൊല്ലാൻ ശ്രമിച്ചത്? ഞാൻ പറഞ്ഞു ഇവരല്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ അങ്ങനെ പറയാൻ കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തുണ്ടായ ഒരു സംഘർഷം കിട്ടിയത് ഞാനാണ് അനുഭവിക്കാൻ. ഒരു മുൻ കേന്ദ്രമന്ത്രി, ഒരു മുൻ സംസ്ഥാന മന്ത്രി, ഒരു മുൻ MLA, അക്ഷരാർത്ഥത്തിലുള്ളൊരു പൊരിഞ്ഞ പോരാണല്ലേ കഴക്കൂട്ടം? 2 പേരും വളരെ പൂവർ ഫാമേഴ്സാണ്. 2 പേരുടെ കയ്യിലും ചെലവിനുള്ള പൈസ പോലും ഇല്ലാത്ത ആളുകളാണ് 2 പേരും. അതിവിടെ കാണാം. ഇലക്ഷൻ കമ്മീഷൻ്റെയും പോലീസിൻ്റെയും സഹായത്തോടെ എല്ലാ കുഴപ്പങ്ങളും, ഞങ്ങളെ പോസ്റ്ററുകൾ കീറുന്നു, ബോർഡുകൾ നശിപ്പിക്കുന്നു. അത് CPMഉം BJPയും 2 പേരും നമ്മുടെ സാധനങ്ങളാണ് നശിപ്പിക്കുന്നത്. ഞങ്ങൾ ചെയ്തതിനെക്കാട്ടിൽ 100 ഇരട്ടിയാണ് അവർ ചുവരെടുത്തും ബോർഡുമൊക്കെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ അവരെ ഒന്നും നശിപ്പിക്കാൻ പോയിട്ടില്ല. പക്ഷേ അവർ 2 പേരും ചേർന്ന് അവരുടെ മുദ്രാവാക്യം പോലെ തന്നെ ഞങ്ങളെ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതം, CPMൻ്റെ കോൺഗ്രസ് മുക്ത. കഴക്കൂട്ടത്തെ ഈ അക്ഷരാർത്ഥത്തിൽ ഒരു ഡീലുണ്ടോ? ആരൊക്കെ തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത്? ഇപ്പം നിങ്ങളെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒന്നൊരു ഡീലുണ്ട്, CPM BJP ഡീൽ. അത് നേരത്തെ പ്രതിപക്ഷ നേതാവൊക്കെ ഉന്നയിച്ചതാണ്. പല മണ്ഡലങ്ങളുടെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഈ ഗവൺമെൻറ് വന്ന സമയത്ത് നിയമസഭയിൽ രേഖാമൂലം വോട്ടിംഗ് പാറ്റേൺ വെച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞു, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 65ഓളം സീറ്റുകളിൽ BJPക്കാർ ഉച്ച കഴിഞ്ഞ് LDFന് വോട്ട് ചെയ്തു. അതിൻ്റെ വൈരാഗ്യം അവർ പറഞ്ഞത് UDF മുരളീധരനെ കൊണ്ട് നേമത്ത് മത്സരിപ്പിച്ചപ്പോൾ അവർക്ക് ആകെ ഉണ്ടായിരുന്നൊരു സീറ്റ് നഷ്ടപ്പെട്ടു. ഈ വികസനത്തിനപ്പുറത്തെ ഇവിടെ രാഷ്ട്രീയമായി കൂടുതൽ ചർച്ച ചെയ്യുന്ന ശബരിമല വിഷയം തന്നെയാണോ, സ്വർണ്ണക്കൊള്ള തന്നെയാണോ? കടകംപള്ളി സുരേന്ദ്രനിൽ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചോദിച്ച ശബരിമല സ്വർണ്ണപ്പാളി വിഷയം എന്ന് പറയുന്നത്. കേരളം ഒട്ടാകെ ഇത് ചർച്ച ചെയ്യുമ്പോൾ വന്നു നിൽക്കുന്ന കഴക്കൂട്ടത്താണ്. ഇതിൻ്റെ കഥാതന്തു നിൽക്കുന്നത് കഴക്കൂട്ടത്താണ്. മുൻ ദേവസ്വം ഈ അടുത്ത കാലത്ത് ആളുകളുടെ പ്രതിഷേധം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നോ എന്തോ ഒരു കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന് കുറ്റബോധമൊന്നുമില്ല അതിനകത്ത്. കാര്യം ഒരു വിശ്വാസിക്ക് മാത്രമേ
അത്തരം കാര്യങ്ങളൊരു കുറ്റബോധം ഉണ്ടാവുകയുള്ളൂ. അയ്യപ്പൻ നോയിക്കോളൂ അല്ലേ കടകംപള്ളിയെ? അയ്യോ, അയ്യപ്പനെ തൊട്ട് കളിച്ചിട്ടുള്ളവരാരും, അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നവരും മെമ്പർമാരായിരുന്നവരും, അയ്യപ്പൻ്റെ സ്വത്ത് വിഴുങ്ങിയാൽ തമ്പുരാൻ ഈ വിഴുങ്ങിയാളിനെ വിഴുങ്ങി. പുലി പിടിക്കൂ. അയ്യപ്പൻ്റെ വാഹനമാണ് പുലി. അയ്യപ്പൻ പുലിപ്പുറത്ത് ഇവിടെ ഉണ്ട്. എന്തും സംഭവിക്കും. അത് അയ്യപ്പൻ പുലിപ്പുറത്ത് ഈ മണ്ഡലത്തിൽ കറങ്ങുന്നുണ്ട്. മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് കഴക്കൂട്ടത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ്. ഏതായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടി സ്ഥാനാർത്ഥി പര്യടനവുമായി മുന്നോട്ട് പോവുകയാണ് അഡ്വക്കേറ്റ് ടി ശരത്ചന്ദ്ര പ്രസാദ്. കഴക്കൂട്ടത്ത് നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.